സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ആവേശത്തിലാഴ്ച ഒരു ഫുട്ബോൾ മത്സരമായിരുന്നു 2022 മലപ്പുറം മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ മത്സരം. പക്ഷേ സ്റ്റേഡിയത്തിൽ ഉൾക്കൊള്ളാവുന്നതിലധികം കാണികൾ ആ മത്സരത്തിനെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ടിക്കറ്റ് എടുത്തിട്ട് പോലും കളി കാണാൻ കഴിയാതെ ഒട്ടനവധി കാണികൾക്ക് നിരാശരായി മടങ്ങേണ്ടി വരികയും ചെയ്തു. പക്ഷേ അത് വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് കൂടി വഴിവെച്ചു എന്നുള്ളതാണ്. നമ്മളിപ്പം കുറച്ച് ആളുകൾ കൂടിയുണ്ട്. അന്ന് കളി കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ട് പക്ഷേ ആ മത്സരം കാണാനാവാതെ നിരാശരായി മടങ്ങിപ്പോകേണ്ടി വന്ന മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഇക്ബാൽ അതിന് പിന്നിൽ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ ഇപ്പോൾ ഉപഭോക്തൃ കമ്മീഷൻ ഒരു ഉത്തരവ് കൂടി ഇട്ടിട്ടുണ്ട്. ടിക്കറ്റിൻ്റെ തുകയ്ക്കൊപ്പം തന്നെ 10,000 രൂപ നഷ്ടപരിഹാരം നൽകാനാണ് ഇപ്പോൾ മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിലൊക്കെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും നമുക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയാം. എന്താണ് നിങ്ങളുടെ നിയമ പോരാട്ടത്തിലേക്ക് പോകാൻ കാരണം? നമ്മൾ കേരളവും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള മത്സരം അതും മലപ്പുറത്ത് വെച്ച് നടക്കാന്ന് പറയുമ്പോൾ അത് സന്തോഷ് ട്രോഫി ഫൈനൽ. അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ കളി കാണാൻ അത്ര ആവേശമാണ്. പ്രത്യേകിച്ച് മലപ്പുറത്തുകാർക്ക് ഫുട്ബോളിനോട് ഭയങ്കര ആവേശമാണ്. അപ്പോൾ നമ്മളങ്ങനെ നേരത്തെ ടിക്കറ്റ് എടുത്ത് അന്ന് ജില്ലാ കളക്ടർ ഓർഡർ ഉണ്ടായിരുന്നു. കളി 8 മണിക്കാണ് കളിയെങ്കിലും 5 മണിക്ക് മുമ്പായി ഗ്രൗണ്ടിലെത്തണമെന്ന്. അങ്ങനെ ഞങ്ങൾ 4 മണിക്കാണ് ഗ്രൗണ്ടിലെത്തി. എൻ്റെ ഒരു സുഹൃത്തുണ്ട് മനോജ്, അവൻ കൊല്ലംകാരനാണ്. അവൻ തലേ ദിവസം കൊല്ലത്ത് നിന്ന് ട്രെയിൻ പിടിച്ച് മഞ്ചേരി ഒന്ന് റൂം എടുത്ത് തങ്ങിയിട്ട് പിന്നെ ഇവിടുന്ന് പിറ്റേന്ന് രാവിലെ കളിക്ക് പോരുക. അപ്പോൾ ഞങ്ങൾ 4 മണിക്ക് എത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിന്നാ. അവനും കളി കാണാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ആയിരക്കണക്കിന് ആളുകൾ പുറത്ത്. ഞങ്ങൾ 4 മണിക്ക് അവിടെ എത്തുമ്പോൾ മെയിൻ ഗേറ്റ് ക്ലോസ് ആണ്. പിന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കളി കാണാൻ യോഗ്യരായ ആളുകളെ പോലീസ് തല്ലി ഓടിക്കുന്ന സമീപനം ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇത് ഫുട്ബോൾ പ്രേമികളോട് ചെയ്യുന്ന ഞങ്ങൾ ചൂഷണം ചെയ്യുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്താണ് സാദിഖിനെ വിളിച്ചു കാര്യം പറഞ്ഞു. അപ്പോൾ സാദിഖ് പറഞ്ഞു നമുക്കത് നിയമപോരാട്ടം നടത്താം, നമ്മുടെ ന്യായം ഉണ്ടല്ലോ. അങ്ങനെ നിയമപരമായി ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് ഇതിലിപ്പോൾ കോടതിയിൽ നിന്ന് അനുകൂലമായൊരു വിധി വന്നത്. വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം സംഘടനകൾ പിന്നെ ഏത് സംഘടന നടത്തുകയാണെങ്കിലും സ്പോർട്സ് കൗൺസിലാണെങ്കിലും ഓൾ ഇന്ത്യ ഫെഡറേഷൻ ആണെങ്കിലും ഫുട്ബോൾ മത്സരം നടത്തുമ്പോൾ ടിക്കറ്റ് എടുത്താക്ക് കാണാൻ ഇനിയുള്ള കാലത്തെങ്കിലും അവർ സൗകര്യം ചെയ്യുമെന്നാണ് ഈ ഒരു വിധിയിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തന്നെ ഈ ഫുട്ബോൾ പ്രേമികൾക്കും വലിയ തോതിൽ ആവേശം നൽകുന്ന ഒരു വിധി കൂടിയല്ലേ സ്വാഭാവികമായിട്ടും, പ്രത്യേകിച്ച് മലപ്പുറം പോലുള്ള ഒരു ജില്ലയിൽ? തീർച്ചയായിട്ടും. കാരണം മലപ്പുറത്തിലെ ഫുട്ബോൾ പ്രേമികൾ എന്ന് പറഞ്ഞാൽ ഫുട്ബോളിന് അത്ര കണ്ട് ജീവന തുല്യം സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് മലപ്പുറത്ത് വന്നൊരു കളി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഭയങ്കര വിഷമമുണ്ടായി ആ സമയത്ത്. എൻ്റെ കസിൻസ് ഉണ്ടായിരുന്നു കൂടെ, എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കളി കാണാൻ പറ്റാതെ തിരിച്ചു പോവുകയാണ്. അത് സത്യത്തിൽ അന്ന് അത് നടത്തിയ ആളുകൾ അവരുടെ നിരുത്തരവാദിത്വപരമായ സമീപനാണ് അന്ന് ഇത്രയും ആളുകൾക്ക് പുറത്തേക്കാൻ കാരണം. നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും ഓക്കെ, പക്ഷേ ടിക്കറ്റ് കിട്ടി നമ്മൾ കളി കാണാൻ പോകുക എന്നൊക്കെ പരസ്യപ്പെടുത്തി നമ്മൾ പോവുകയാണ്. എന്നിട്ട് അവിടുന്ന് പോലീസ് തല്ലിയോടിക്കുന്ന സമീപനം എന്ന് പറഞ്ഞാൽ അത് മലപ്പുറത്തെ ഫുട്ബോൾ പ്രേമികളോട് അന്ന് അതിൻ്റെ സംഘാടകർ ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ് വിശ്വസിക്കുക. എന്തായാലും ഈ വിധി എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ആശ്വാസമേകുന്ന സന്തോഷം നൽകുന്ന വിധിയാണ്. ഇപ്പോൾ അഭിഭാഷകനായിട്ട് ഇതിനു വേണ്ടി വാദിച്ച ഒരാളാണല്ലോ, എന്താണ് ഇത്തരം ഒരു വിധിയിലേക്ക് എത്തിച്ചത്, നയിച്ച കാര്യം? ഇത് 2022 മെയ് മാസത്തിലായിരുന്നു ഈ ഫൈനൽ മത്സരം നടന്നിരുന്നത്. അന്ന് പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ ടിക്കറ്റ് എടുത്ത ആളുകൾ പുറത്തു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ടിക്കറ്റ് എടുത്ത ഒരു കളി കാണാൻ താല്പര്യമുള്ളൊരു വ്യക്തിക്ക് ഒരു അവകാശമുണ്ട്. സ്വാഭാവികമായിട്ടും സ്പോർട്സ് കൗൺസിൽ കൊടുക്കേണ്ട ചില റെസ്പോൺസിബിലിറ്റീസുകളുണ്ട്. ഇത് ഒന്നും പാലിക്കാതെ ടിക്കറ്റ് എത്ര കൊടുത്തു എന്നോ അല്ലെങ്കിൽ എത്ര സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് എന്നൊന്നും കണക്കാക്കാതെ ഒരു സ്പോർട്സ് മത്സരം കാഴ്ചവെക്കുന്ന സാഹചര്യമാണ് പയ്യനാട് സംഭവിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 8ഓളം രേഖകൾ നമ്മൾ കൊടുത്തു, ലോയർ നോട്ടീസ് കൊടുത്തു. ഇതിൻ്റെ വാർത്താ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കി. ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് കമ്മീഷൻ ഇതുപോലൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനാണ് ഇപ്പോൾ കമ്മീഷൻ ഉത്തരവിട്ടത്? അതിൽ പ്രധാനമായിട്ടൊരു തർക്കം ആ കാര്യത്തിലായിരുന്നു കമ്മീഷൻ്റെ മുന്നാകെ ഉണ്ടായിരുന്നത്. അതായത് ഒന്ന് കേരള സർക്കാരുണ്ട്, പിന്നെ സ്പോർട്സ് കൗൺസിലുണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുണ്ട്. ഇതിൽ 3 വിഭാഗവും ഞങ്ങൾക്കിതിൽ ഉത്തരവാദിത്തമില്ല. ഇതിൻ്റെ ഉത്തരവാദിത്തം മറ്റുള്ള ആളുകൾക്കാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് അവരൊക്കെ ശ്രമിച്ചത് കമ്മീഷൻ്റെ മുമ്പാകെ തന്നെ. അതിൽ കമ്മീഷൻ പരിശോധിച്ചത് ആരാണ് ഈ ഒരു ക്യാഷ് കളക്ട് ചെയ്തത്. അത് സ്പോർട്സ് കൗൺസിലിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഈ ക്യാഷ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ടിക്കറ്റ് പരിശോധിക്കുന്ന സമയത്ത് സ്പോർട്സ് കൗൺസിലിന് തന്നെയാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത്. എന്ന് മാച്ച് സംഘടിപ്പിക്കണം, ഈ മാച്ചിൻ്റെ മാറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചോ എല്ലാ കാര്യങ്ങളും സ്പോർട്സ് കൗൺസിലിനാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പണം സ്പോർട്സ് കൗൺസിൽ തന്നെ കൊടുക്കണമെന്നുള്ളതാണ് ഇപ്പോൾ കമ്മീഷൻ്റെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. കമ്മീഷൻ ഉത്തരവിലുള്ള വിശദാംശങ്ങൾ അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ടിക്കറ്റിൻ്റെ ക്യാഷ് എത്രയാണോ. ഇത് ഒന്നും കൂടെ പറയാനുള്ളത്, ഇത് ഈ ഹർജിയായിട്ട് മുന്നോട്ട് പോയ ആളുകൾക്ക് മാത്രമേ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ, അല്ലാതെ എല്ലാവർക്കും ഇത് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ടിക്കറ്റിൻ്റെ ക്യാഷ് തിരിച്ചു കൊടുക്കണം, ഒപ്പം 10,000 രൂപ എല്ലാ നഷ്ടപരിഹാരം കൂടി കൂട്ടിയിട്ട് 10,000 രൂപയും കൊടുക്കണം. ഇത് ഒരു മാസത്തിനകം കൊടുക്കണം, ഇല്ലെങ്കിൽ 9% ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഇവർക്ക് ഈ ഒരു സ്പോർട്സ് കൗൺസിലിൽ നിന്ന് അത് ഈടാക്കാൻ സാധിക്കും.
എന്തായാലും ഫുട്ബോൾ പ്രേമികൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഇനിയൊരു കളി നടത്തുമ്പോഴെങ്കിലും ടിക്കറ്റ് എടുത്തൊരു കാണിക്ക് അത് കളി കാണാനുള്ള അവസരം ഉറപ്പുവരുത്തുക എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ നിയമ പോരാട്ടം അതിനുള്ള ഒരു വഴി ഒരുക്കട്ടെ എന്ന് കൂടിയാണ് നമ്മൾ പ്രത്യേകിച്ച് മലപ്പുറത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. അതിനുകൂടി ഒരു വഴി ഒരുക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും നമുക്കും പറയാനുള്ളത് കാര്യം. എന്തായാലും ഇതൊരു പുതിയ മാതൃക കൂടിയാണെന്നും ഇവരുടെ നിയമ പോരാട്ടത്തെ പ്രത്യേകം അഭിനന്ദിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണുള്ളത്. എന്തായാലും വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണിത്തുപൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.